എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1839 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ റെജി റഷീദാണ്. ഡോക്ടർ റെജി റഷീദിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ റെജി റഷീദ് നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. ഡോക്ടർ ഒത്തിരി ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ വിഷയങ്ങളിലാണ് നമുക്ക് ഡോക്ടർ ധാരാളം ക്ലാസ്സുകൾ ഇതിനകം എടുത്തു കഴിഞ്ഞത്. ഇന്ന് ഡോക്ടറുടെ ക്ലാസിന്റെ വിഷയം ഡുവോഡിനൽ അൾസർ അല്ലെങ്കിൽ കുടലിൽ ഉണ്ടാകുന്ന വ്രണങ്ങളും അവയുടെ ഹോമിയോപ്പതിക് മാനേജ്മെന്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എല്ലാ ക്ലാസ്സുകളെയും പോലെ വളരെ നല്ല ഒരു ക്ലാസ് ഇന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ റെജി റഷീദിനെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഡോക്ടർ, നന്ദി. ഡോക്ടർ റെജി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് കൂടിയുണ്ട്. സെപ്റ്റംബർ 28-ന് കൊച്ചി താജ് വിവാന്തയിൽ വെച്ച് നടക്കുന്ന IFPHന്റെ 5 ഇയർ സെലിബ്രേഷനിൽ നിങ്ങൾ എല്ലാവരും അതിന്റെ ഡെലിഗേറ്റ് ഫീ അടച്ച് എത്രയും വേഗത്തിൽ അതിൽ പങ്കുചേരുവാനായി അതിൽ പങ്കുചേരണമെന്ന് നിങ്ങൾ എല്ലാവരോടും താല്പര്യപ്പെടുകയാണ്. ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളും ഓരോരുത്തരും പങ്കാളികളായി ആ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ റെജി റഷീദിന് ക്ലാസ് ആരംഭിക്കും. നമുക്കറിയാം, അൾസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റേണൽ ലൈനിങ്ങിൽ വരുന്ന എന്തെങ്കിലും ഒരു സോറോ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കേജോ അങ്ങനെ എന്തെങ്കിലുമാണ് അൾസർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ സ്മോൾ ഇൻഡസ്റ്റൈനിൽ മെയിൻലി വരുമ്പോൾ ഡുവോഡിനൽ അൾസർ ആവാം. ചില കേസസിൽ ലാർജ് ഇൻഡസ്റ്റൈനിൽ അത് വരാറുണ്ട്. മാഡം ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്, കാണാം, കേൾക്കാം. അപ്പൊ ഈ ഇംബാലൻസസ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ്. ഈ വരുന്നവർ ഇപ്പം റീസെന്റ് വന്നൊരു കേസ് പറയാം. വന്നിട്ട് വീട്ടു ജോലിക്ക് പോകുന്ന ഒരു അമ്മയാണ്. അമ്മ വന്നിട്ട് ഒരു 55 or 56 ഉണ്ട്. അവർ ക്രോണിക്കലി ഹൈപ്പർ ടെൻഷൻ ആണ്. അതുപോലെ തന്നെ അവർ അനീമിക് ആണ്. നല്ല വളർച്ചയുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മാൽ ന്യൂട്രീഷൻ നല്ല രീതിയിലുണ്ട് അവർക്ക്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹോമിയോപ്പതിയിൽ വലിയ വിശ്വാസം ഉള്ള ഒരാളല്ല. പക്ഷെ നമ്മളത് ആ കേസ് നമ്മൾ എടുക്കുമ്പോൾ ഇവർക്ക് സ്ഥിരമായിട്ട് തലവേദനയോ അല്ലെങ്കിൽ വയറുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേദനകളും പനിയും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ഇവര് പാരസെറ്റമോളും അതുപോലെ തന്നെ മറ്റേ ഫൈബ്രോക്സിൻ അല്ലെങ്കിൽ അവര് നിംസ്ലൈഡ് അല്ലെങ്കിൽ ഡൈക്ലോ ഒക്കെ ഇങ്ങനെ മാറി മാറി എടുക്കുന്ന ഒരു അമ്മയാണ്. നമുക്കറിയാം, നമ്മളൊരു അലോപ്പതി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് അവരൊരു പെയിൻ കില്ലർ തരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അവരൊരു ആന്റി അൾസറന്റ് കൂടെ തരാറുണ്ട്. പൊതുവേ ഉള്ള ഒരു പ്രെസ്ക്രിപ്ഷൻസ്, അവരുടെ ഒരു പ്രെസ്ക്രിപ്ഷൻ ഒരു സ്റ്റൈല് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പനി അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ ആന്റി പൈററ്റിക്സ് ഉണ്ടായിരിക്കും അതിനകത്ത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവര് പെയിൻ കില്ലേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് എന്തായാലും കാണും. പിന്നെ അതിൽ കോമൺലി ഒരു ആന്റി അൾസറന്റ് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്തെങ്കിലും വൈറ്റ് ഉണ്ടാകാറുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അവരതുപോലെ തന്നെ വൈറ്റമിൻസോ പ്രോബയോട്ടിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ഈ ഓവർ ദ കൗണ്ടർ പിൽസ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഡോക്ടറെ കാണാൻ പോകണം, പൈസ കൊടുക്കണം, അല്ലെങ്കിൽ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അപ്പൊ ഓവർ ദ കൗണ്ടർ പിൽസ് എടുക്കുന്നവരുടെ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളുടെ ഒരു പക്ഷെ ഹോമിയോപ്പതി സിസ്റ്റം പോലെ അല്ല. അതായത് ഹോമിയോപ്പതി സിസ്റ്റത്തിൽ ഇപ്പൊ കുറെ കാലം നിന്ന് കഴിഞ്ഞാലും അത്രയും ഒരു എഫിഷ്യന്റ് ആൻഡ് എക്സ്പേർട്ട് ആവണം എന്നില്ല. ആ നിൽക്കുന്ന ആള് മരുന്ന് കൊടുക്കും. അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെ അലോപ്പതി സൈഡിൽ വന്നിട്ട് അങ്ങനെ അല്ല. കാര്യം ഒരു ആ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ല, അതായത് ഫാർമസി കോഴ്സായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും
ഞാൻ ഒരു 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 3 മാസം 6 മാസം ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കഴിഞ്ഞാൽ ഒരാളൊരു വയറുവേദന ആണെന്ന് പറഞ്ഞ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് വന്നിട്ട് ഒരു ഡൈസൈക്ലാമിനോ അല്ലെങ്കിൽ ഒരു മെഫ്താൽസ്പാസോ ഒരു ബസ്കോപാനോ ഒക്കെ കൊടുക്കാൻ അറിയാമായിരിക്കും. ഇത് കൊണ്ടുപോകുന്ന ആള് ഇതെങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിയുമ്പം അയാളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ചിലപ്പോൾ ആ പുള്ളിക്കാരന് അറിയത്തില്ലായിരിക്കും. ഇപ്പൊ വയറിളക്കം ആയിട്ട് പോകുമ്പോഴത്തേക്കും അവര് നമുക്ക് എന്താ പറയാ ലോപ്പമേഡ് തരുമായിരിക്കും. അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് പോകുമ്പോഴത്തേക്കും ഡുഫ്ലാക്കോ ക്രമാഫിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവര് തരുമായിരിക്കും. അപ്പൊ ഇത് ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് മിക്കവാറും വരുന്ന അൾസർ കേസസ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം മെയിൻലി ആയിട്ട് ഒന്നുകിൽ H. പൈലോറി ഇൻഫെക്ഷൻ കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു 50% നമുക്ക് അങ്ങനെ പറയാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്ക്യൂസ് മീ ഒരു ഈ അൺടൈമിലാണ്, ഐ എം റിയലി സോറി, ഒരു പേഷ്യന്റ് ഉണ്ട്. ഒരു മാഡം സാർ സാദത് സാർ ഉണ്ടെങ്കിൽ സാർ ഒന്ന് ടേക്ക് ഓവർ ചെയ്യും. എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. മാഡം ഒന്ന് പ്ലീസ്, ഓക്കെ ഡോറിൽ ഓക്കെ വന്നിങ്ങനെ തട്ടുന്നുണ്ട്. ആരും ആ ഒരു ഇടവേളയില് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ ഉണ്ടോ? സാദത്ത് ഡോക്ടർ ഉണ്ടോ? അതൊന്ന് മാനേജ് ചെയ്യാൻ. പോയോ? സാദത്ത് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഏതെന്റെ സാറിന്റെ ആണോ? സാദത്ത് ഡോക്ടർ ഉണ്ടോ? ഡോക്ടറെ, റിജി ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചായിരുന്നു, അവിടെ സംസാരിക്കും. ഇല്ല, ഞാൻ പുള്ളി വിളിക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ആ സമയം കൂടെ ഞാൻ എടുത്തിട്ട് ഇടയ്ക്ക് സാറ് വരുമ്പോഴത്തേക്കും റിയലി സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് വന്നിട്ട് എന്താന്ന് വെച്ചാല് നമുക്ക് ഇൻഫെക്ഷൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. H. പൈലോറിയുടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. അത് ഡുവോഡനൽ അൾസറിന്റെ ഒരു കോമൺ കോസ് ആണ്. അപ്പൊ നമ്മളെ മെഡിസിൻസിൽ നമുക്ക് ഫോസ്ഫറസ് യൂസ് ചെയ്യാം, ഹൈഡ്രാസിസ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ കാലിബേസ് നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെഡിസിൻസ് അല്ലാതെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അവിടെ അത് എടുക്കുമ്പോഴും കോർട്ടിക്കോസ്റ്റിറോയിഡ്സും മാഡം ആവശ്യത്തിന് സാദത്ത് ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? സാദത്ത് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഡോക്ടർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഷഫീഖ് ഡോക്ടറെ ഉണ്ടോ? ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഷഫീഖ് ഡോക്ടറെ. ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ഷഫീഖ് ഡോക്ടർ ഇല്ല. ഒരു 5 മിനിറ്റ് നേരം ഇന്ന് വന്ന കേസുകൾ ഏതെങ്കിലും ഡോക്ടർമാർക്ക് പറയാനുള്ള അവസരം എന്തിനെങ്കിലും കുറിച്ചും പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഷാജി കുടിയേറ്റ ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ ഷാജി കുടിയേറ്റ ഡോക്ടറെ? ശൈല ഡോക്ടറെ, ഞാൻ ഡ്രൈവ് ചെയ്യാണ്, കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഡ്രൈവ് ചെയ്യാണ്. ഓ, അതിന് തടസ്സമൊന്നും പറയണ്ട. ഞാൻ എന്തിനെ കുറിച്ച് സംസാരിക്കണ്ടെന്നൊന്ന് പറയോ? അല്ല, പിന്നെ റിജി റഷീദ് ഡോക്ടറാണ് നമ്മളെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. ഡോക്ടർക്ക് എന്തോ ഒരു 5 മിനിറ്റ് അവിടെ തടസ്സം വന്നതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ചോ 5 ഇയർ സെലിബ്രേഷനെ കുറിച്ചോ എന്ത് വേണമെങ്കിലും പറയാം. ഡോക്ടർ തിരിച്ചു വരുന്ന സമയം വരെ. ആയിക്കോട്ടെ, ഞാൻ ആദ്യം 5 ഇയർ സെലിബ്രേഷനെ കുറിച്ച് പറയാം. അപ്പൊ എല്ലാവരോടും എനിക്ക് ഓർപ്പിക്കാനുള്ളത്, IFPH ചെയ്തിരിക്കുന്ന ലോകത്ത് ഇതുവരെ ആരും ചെയ്യാത്ത വലിയൊരു മഹത് കാര്യമാണ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്. 5 വർഷം ഒരു ദിവസം പോലും വിടാതെ ഹോമിയോപ്പതിയുടെ പ്രചരണാർത്ഥം ഇന്നത് 3 ഭാഷകളിലെ ലോകത്തിന് ഉത്തേജനം നൽകിക്കൊണ്ട് ഹോമിയോപ്പതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു വലിയ കാര്യം, മോണിമെന്റൽ ആയിട്ടുള്ള ഒരു വർക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു.
അത് നമ്മൾ ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് ഹോമിയോപ്പതിക്ക് സ്നേഹിക്കുന്ന അതിന്റെ ഫലത്തെ ജനത്തിന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണമെന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും യാതൊരു സംഘടനാ കാര്യമോ സ്നേഹമോ അങ്ങനെ ഒന്നും നോക്കാതെ ഒത്തൊരുമയോടെ നമ്മൾ അതിനൊരു അപ്രീസിയേഷൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്. നമ്മളെല്ലാം അതിന്റെ പിന്നിൽ നിൽക്കുന്നവരാണ്, ഇനി നിൽക്കേണ്ടവരാണ്. അപ്പൊ നമുക്കെല്ലാം ഇൻസ്പിറേഷനും ഉത്തേജനവും കിട്ടുന്ന രീതിയിൽ എല്ലാവരും അതിനോട് ആ ഒരു ചരിത്രപരമായ ദൗത്യം നിറവേറ്റിയതിൽ നമുക്ക് ആഘോഷിക്കണം. അത് ഇന്ന് ലോകത്ത് ഇതുവരെ സംഭവിക്കാത്തതാണ്. അത് വളരെ സമർപ്പിതമായി ചെയ്തതാണ്. ആ സമർപ്പിതം ഹോമിയോപ്പതിയെ സ്നേഹിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ സൂം മീറ്റിംഗിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ, ഏതെങ്കിലും ഒരാളെങ്കിലും അതിന് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തേക്കണവർ മറ്റുള്ളവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ നോക്കണം. ഇനി നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ നോക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ പറ്റാത്ത കാര്യത്താൽ വരാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷനോ IUPACന് വേണ്ടി തരണമെന്ന് താല്പര്യപ്പെടുകയാണ്. കാരണം പുതിയ തലമുറയെ സ്റ്റുഡൻസിനെ ഒക്കെ നമുക്ക് ആ പൈസ കൊണ്ട് ഇവിടെ നമ്മൾ അവരെ പങ്കെടുപ്പിച്ച് പിന്നെ നമ്മൾ ഫുഡിനുള്ള പൈസ മാത്രമേ വാങ്ങുന്നുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ എക്സ്ട്രാ ചെലവുകളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി സ്റ്റേജ് ഡെക്കറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എക്സ്ട്രാ പൈസയാണ്. അപ്പൊ ഇതിനെല്ലാം പൈസ ആവശ്യമുണ്ട്. അപ്പോ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ മഹത് കർമ്മത്തെ എന്നും ഒരു റിമംബറൻസ് ആയി മാറ്റുന്നതിൽ അതിൽ പങ്കെടുക്കണമെന്നും പങ്കെടുപ്പിക്കണമെന്നും പങ്കെടുക്കാത്തവർ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നും ഓർപ്പിക്കുകയാണ്. അതിന് ഒരു മടി ആരും വിചാരിക്കരുത് എന്ന് എല്ലാവരും ഓർപ്പിക്കുകയാണ്. അത് അതേക്കുറിച്ച് ഇനി ഇപ്പൊ എന്താ പറയണേ, പെപ്റ്റിക് അൾസർ ആണ് പറയുന്നത് അല്ലേ? എന്താണ് ഡിയോഡിനൽ അൾസർ, കുടലിൽ ഉണ്ടാകുന്ന അൾസറുകൾ. ഓക്കെ. അപ്പൊ നമ്മള് കുടലിൽ ഉണ്ടാകുന്ന അൾസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ അത് കുടലുണ്ടാകുന്ന അൾസറിന് നമ്മള് ഈസി ഡയഗ്നോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റൊമക്ക് ആണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് അഗ്രിവേറ്റ് ചെയ്യും. ഇതിന്റെ അകത്താണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കുറയുമെന്ന്. അതാണ് ഇതിന്റെ ഡിയോഡിനൽ അൾസറിന്റെ പ്രത്യേകത. അപ്പോ അത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ ആശ്വാസം വരുന്നതാണെങ്കിൽ അത് ഡിയോഡിനൽ അൾസർ എന്നാണ് ഞാൻ ഇപ്പൊ ഓർക്കുന്നത്. ഞാൻ ഇപ്പോ അത് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ചതിക്കുന്ന കയറി ഞാൻ ജസ്റ്റ് എന്താ നടക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ എന്നോട് സംസാരിക്കാൻ വന്നാൽ ഓർമ്മയിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് എനിക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരു പ്രിപ്പറേഷൻ ഒന്നുമില്ല. റിജി ഡോക്ടർ തിരിച്ചെത്തിയിട്ടുണ്ട് ഡോക്ടറെ. അപ്പോ ഓക്കെ നന്ദി ഡോക്ടർ ഷാജി കുടിയാട്ട്. അപ്പൊ ഇടയ്ക്ക് ആ ഒരു സമയം അങ്ങനെ നമ്മൾ മാനേജ് ചെയ്തു. അടുത്ത ഡോക്ടർ റിജിയിലേക്ക് തന്നെ പോകാം. താങ്ക് യു ഷാജി സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഡിയർ. അപ്പൊ നമ്മൾ വന്നിട്ട് ഞാൻ അമ്മേന്റെ കേസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അമ്മയുടെ കേസിൽ എന്താന്ന് വെച്ചാല് ഇവർക്ക് വന്നിട്ട് ക്രോണിക് ആയിട്ട് ഈ പെയിൻ സഹിക്കാൻ വയ്യാതെയാണ് ഇവര് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ അവിടെ അപ്പൊ വന്നല്ലോ, അപ്പൊ നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാല് അവര് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പിൽസ് കഴിക്കില്ല. കാരണം അവര് അതായത് അവരുടെ ഹൈപ്പോകോൺട്രിയാക്ക് ആണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മകളും ഹസ്ബൻഡും നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഹോമിയോ മെഡിസിൻ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവര് ഫസ്റ്റ് വിസിറ്റ് വരുമ്പോ ഞാന് അതായത് ഷുഗർ ഓഫ് മിൽക്കിൽ നമ്മള് മെഡിസിൻ കൊടുക്കുന്നത് അവർക്ക് പറ്റില്ല, പിൽസിൽ കൊടുത്താൽ അവർക്ക് പറ്റില്ല. അവർക്ക് വന്നിട്ട് ഒരു ഡ്രോപ്പ് നമ്മൾ അല്ലാതെ കൊടുക്കാന്ന് വെച്ചാല് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാന്ന് വെച്ചാല് അത് അവർക്ക് പറ്റില്ല. ഇവിടെ ഞാൻ വരുമ്പോ ഞാൻ സംസാരിച്ചു, കൺവിൻസ് ചെയ്തു. വന്നതിന് ശേഷം ഞാൻ ഒരു ഡോസ് ഹൈഡ്രാസിസ് വന്നിട്ട് ഒരു ഹൈഡ്രാസിസ് 200 വന്നിട്ട് ഞാൻ SL ആക്കിയിട്ട് ഞാൻ അവർക്ക് കഴിക്കാൻ കൊടുക്കുവാണ്. അത് കഴിച്ച ഉടനെ അവര്, അതായത് ഞാൻ കൊടുത്തൊരു 2 minutes ആവുന്നതിന് മുമ്പേ അയ്യോ എനിക്ക് എന്തോ ബുദ്ധിമുട്ടാണ്, പറ്റണില്ലേ, എനിക്ക് ഇരിക്കണേ, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവര് നമ്മള് കൺസൾട്ടിങ് ടേബിളിലേക്ക് ഇങ്ങനെ കമന്ന് കൊടുക്കുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ കാണുമ്പോ നമ്മളാണല്ലോ ഇപ്പൊ മെഡിസിൻ കൊടുത്തത്. അപ്പൊ അങ്ങനെ പക്ഷെ അവര് അത് അവരുടെ മെഡിക്കൽ എമർജൻസി ആണോ
അല്ല അവരുടെ തോന്നലുകളാണോ അല്ലെങ്കിൽ അവരുടെ എക്സാജറേഷൻ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസോസിയേറ്റഡ് കംപ്ലൈന്റ് ആണോ എന്നുള്ളത് നമ്മളത് അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ഈ അമ്മേനെ എനിക്ക് നേരത്തെ അറിയാം, ഇവർ ഇങ്ങനെ ഒരു ആളാണെന്നുള്ളത് എനിക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ അപ്പൊ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പാനിക് ആവാനോ അല്ലെങ്കിൽ അമ്മയെ പാമ്പർ ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബീച്ച് നോക്കാനോ അങ്ങനെ ഒന്നും ഞാൻ ശ്രമിച്ചില്ല. പകരം ഞാൻ അമ്മേനോട് പറഞ്ഞെന്ന് പറഞ്ഞാല് അമ്മ ഒരു കാര്യം ചെയ്തോ, ഒരു 10 മിനിറ്റ് കിടന്നോ, അത് മരുന്നിന് ചെറിയൊരു പിടുത്തം ഉണ്ടായിരുന്നല്ലോ, കാര്യം നമ്മൾ പൊട്ടൻസിയുടെ ഒരു പിടുത്തം ഉണ്ടല്ലോ, അപ്പൊ അമ്മ ഒരു 10 മിനിറ്റ് കിടന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പക്ഷെ കിടക്കാൻ പറഞ്ഞെങ്കിലും ടൈം ഞാനിങ്ങനെ മോണിറ്റർ ചെയ്യണുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 2-3 മിനിറ്റ് വന്നിട്ട് ഒന്ന് അത് ആ അച്ഛനോട് കൂടെ വന്ന അച്ഛനോട് വളരെ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആ ഒരു ഫീല് അവർ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീല് അവരിലേക്ക് വന്നപ്പോ അവരപ്പൊ തന്നെ അവരെന്നെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു അമ്മ വെള്ളം എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ കട്ടൻ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുടിക്കാം, അതുവരെ കുഴപ്പമില്ല, അമ്മ ഒരു മണിക്കൂറുടെ ഒബ്സർവേഷൻ ആണ്, 1 മണിക്കൂർ കഴിയുമ്പോൾ പോവാന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതിന് ഒരു പില്ല് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ 3 നേരം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹാഫ് ഗ്രാം ബോട്ടിലാണ് പിന്നെ ഹൈഡ്രാസിസ് കൊടുക്കുന്നത്, ഹാഫ് ഗ്രാം ബോട്ടിലിൽ കൊടുക്കും. എന്നിട്ട് കാർബോവേജ് 3x വന്നിട്ട് അതിന്റെ പൗഡർ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ കാർബോവേജ് 3x വന്നിട്ട് ഞാൻ ഒരു പിഞ്ച് പൗഡർ വെച്ചിട്ട് ഒരു 6 ഡോസ് ഞാൻ എടുത്തു. എന്നിട്ട് ഈ പറഞ്ഞ മാതിരി ഈ 6 ഡോസും ഞാൻ അവരോട് കൊടുത്തിട്ട് പറഞ്ഞു ഈ പൗഡറിന്റെ ഞാൻ കൊടുത്ത ആ ഒരു നമ്മളെ ഡോസിന്റെ 1/4 ഭാഗം വീതം ഈ പറഞ്ഞ മാതിരി ആ വെള്ളത്തിലേക്ക് തന്നെ 1/4 ഭാഗം വീതം ഡൈല്യൂട്ട് ചെയ്ത് കുടിക്കണം. അത് അമ്മയ്ക്ക് അപ്പൊ അവർക്ക് അതും എടുക്കാൻ വില്ലിങ് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല അമ്മ, ഫുഡ് കഴിച്ചിട്ട് വെള്ളം കുടിക്കുമല്ലോ, സാധാരണ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ അരമണിക്കൂർ അതായത് ഫുഡിന്റെ ടൈമിന് 1/2 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 1/2 മണിക്കൂർ ശേഷമോ എന്ന് പറഞ്ഞിട്ടാണല്ലോ കൊടുക്കാറ്. പക്ഷെ ഇവരോട് ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ച ഉടനെ തന്നെ അങ്ങനെ എടുത്തോളാൻ പറഞ്ഞു. സത്യത്തില് അവരാ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളൊരു ഇവരുടെ സ്വഭാവം എനിക്കറിയാന്നുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് തോന്നി. പിന്നെ ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇവരിങ്ങനെ ഇവരുടെ ഇത് ലോസ്റ്റ് ഫീലിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അമ്മേന്റെ ഫാമിലി ലൈഫൊക്കെ കൊളാപ്സ് ആയി, മോള് വലുതായി, അത് കഴിഞ്ഞിട്ട് മോൾക്ക് ഫാമിലി ഒക്കെ ഉണ്ട്, പിന്നെ അമ്മ റീമാരേജ് ചെയ്തു. അപ്പം ആ ഒരു റിലേഷനും അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇത് പറയുന്ന കൂട്ടത്തില് ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഞാൻ ഒരു 2 ഡ്രോപ്സ് വന്നിട്ട് സ്റ്റാഫിസ് ആഗ്ര വണ്ണം വന്നിട്ട് ഞാൻ ഒരു 2 ഡ്രോപ്സ് അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഇവർക്ക് വന്നിട്ട് ഞാൻ വീണ്ടും ഈ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ 1/4 ഗ്ലാസ് വെച്ചിട്ട് അവർ പോകുന്നവരെ ഞാൻ ഇടയ്ക്ക് കൊടുത്തിരുന്നു. എന്നിട്ട് ഇവര് പോയി കഴിഞ്ഞിട്ട് ഒരു 15 ഡേയ്സ് അതായത് ഞാൻ 1 വീക്ക് കഴിഞ്ഞ് റിവ്യൂ പറഞ്ഞ കേസാണ്, പക്ഷെ അവർ 15 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുന്ന സമയത്തും ഈ പറഞ്ഞ മാതിരി ഇവരെ അസ്വസ്ഥത, അതായത് പെയിൻ ചെറിയൊരു ആശ്വാസമുണ്ട്, പക്ഷെ ഒന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പൊ ഈ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് മസാല സ്പൈസി ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം, തൈരും അതുപോലെയുള്ള അങ്ങനെ പുളിപ്പുള്ള ഇതൊന്നും എടുക്കാൻ പാടില്ല, സമയാസമയം ഭക്ഷണം കഴിക്കണം, അമ്മ വീട്ടുജോലിയുടെ ഇടയിലാണെങ്കിൽ എന്തെങ്കിലും കഴിക്കണം, വെള്ളം നന്നായിട്ട് കുടിക്കണം, പിന്നെ പറ്റുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം, പിന്നെ നല്ല ക്ഷീണോ തലകറക്കോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഫ്ലൂയിഡ് ഇടണമെന്ന് ഞാൻ പറഞ്ഞു വിട്ടിരുന്നു. അപ്പം NSO DNSO D5 എന്തെങ്കിലും പോളിബേൺ അല്ലെങ്കിൽ ന്യൂറോബേൺ ആഡ് ചെയ്ത് ഡോക്ടർ ഇവർ ചെല്ലുമ്പോൾ ഡോക്ടർ ഇടുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ അങ്ങനെ ഇടണം, പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം പെയിൻ കില്ലർ ആയിട്ട് ഇഞ്ചക്ഷൻസോ അല്ലെങ്കിൽ ഓറൽ ആയിട്ടുള്ള ടാബ്ലറ്റ്സോ എടുക്കരുത്. അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സും കോർട്ടിക്കോസ്റ്റീറോയിഡ്സും ഒന്നും എടുക്കാൻ പാടില്ല. ഇവരെപ്പോഴും ഇങ്ങനെ കംപ്ലൈന്റ്സ് ഫുള്ള് പറയുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ വിട്ടത്. അപ്പൊ കണ്ടില്ല, 15 ഡേയ്സ് കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു. ആ 15 ഡേയ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും പുള്ളിക്കാർക്ക് കുറച്ച് ബെറ്റർ ആണ്, പക്ഷെ വേദന സ്റ്റിൽ ഉണ്ട്, എന്നാലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ ഞാനൊരു 30 ml ഡ്രോപ്പർ ബോട്ടിൽ വന്നിട്ട് ഒരു 10 ഡ്രോപ്സ് ഹൈഡ്രാസിസ് 10 ഡ്രോപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി വന്നിട്ട് അക്വ മിക്സ് ചെയ്ത് അതും ഈ പറഞ്ഞ മാതിരി 5 തുള്ളി വീതം അതിൽ നിന്ന് എടുത്തിട്ട് 1/4 ഗ്ലാസോ 1/2 ഗ്ലാസോ വെള്ളത്തിൽ അത് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ വേറെ മെഡിസിൻസ് ഒന്നും റിപ്പീറ്റ് ചെയ്തില്ല, കാരണം PLും കൊടുക്കാൻ പറ്റിയൊരു അവസ്ഥയില്ല. അമ്മ എന്നാലും ഈ പറഞ്ഞ പോലെ ഈ ഒരു വേദനയും ബുദ്ധിമുട്ടും ഒക്കെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പിന്നെ ഒരു മാസം ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്.
വേദനയൊക്കെ അവർക്ക് കുറവുണ്ട്. പിന്നെ അടുത്ത തവണ വരുമ്പോൾ ഞാൻ റെസ്ക്യൂ ആണ് കൊടുത്തത്. അത് വന്നിട്ട് ഒരു 1 പിൽസി കൊടുത്തു. ആ 1 പിൽസ് വന്നിട്ട് ഞാൻ TDS എടുക്കാൻ പറഞ്ഞു. അന്നേരമൊക്കെ ആകുമ്പോൾ അവർക്ക് നമ്മൾ മെഡിസിൻ്റെ അടുത്തൊരു ട്രസ്റ്റ് വന്നു. അവർ മെഡിസിനൊക്കെ എടുത്തു തുടങ്ങുന്ന ആ ഒരു സമയമായി. ഇപ്പൊ ഒരു 3 to 4 months ആയിട്ടാണ്. ഇതിനിടയിൽ എപ്പോഴോ ഒരു പ്രാവശ്യം അവർ പനി വന്നപ്പോൾ പാരസെറ്റമോളോ അങ്ങനെ എന്തോരം കഴിച്ചു. അങ്ങനെ കഴിച്ചപ്പം അവർക്ക് ആ വയറുവേദന വന്നു എന്നുള്ളതല്ലാതെ ഇതുവരെയും ഓക്കെയാണ്. ഫുഡ് എടുക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സമയത്തൊക്കെ ആഹാരമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതായത് ഈ മാൽന്യൂട്രീഷൻ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ഒരു വലിയ ആവശ്യകതയാണ്. അപ്പോൾ കോമോർബിഡിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം അതും അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്ന കേസസിൽ ചില പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ഇന്ന അസുഖത്തിന് ഇത് എടുക്കുകയാണ്, എനിക്ക് ഈ അസുഖത്തിന് ഹോമിയോ മതി എന്ന് പറഞ്ഞ് വരുന്ന കേസ് ഉണ്ട്. പക്ഷെ അൾസർ, ഡോഡിനൽ അൾസർ ആയാലും ഗ്യാസ്ട്രിക് അൾസർ ആയാലും അൾസർ കേസസ് വരുന്ന സമയത്ത് നമുക്ക് പെപ്റ്റിക് അൾസേഴ്സ് ഏതാണെങ്കിലും ഇത് വരുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ വന്നിട്ട് നമുക്കറിയാം അൾസർ കേസസ് വരുമ്പം നമ്മൾ അതായത് പ്രൈമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട 2 മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നക്സോമിക്കയും അതുപോലെ തന്നെ റൊബേനയാണ്. അപ്പൊ ഇത് രണ്ടും വന്നിട്ട് അത് ആ ഒരു എന്ന് വെച്ചാൽ നക്സോമിക്ക വന്നിട്ട് 0/1 ആണ് അല്ലെങ്കിൽ 0/3 ആണ് സാധാരണയായിട്ട് കൊടുക്കാറുള്ളത്. അപ്പൊ അതുപോലെ നമുക്ക് നക്സോമിക്ക കൊടുക്കാം, കാർബോവെജ് കൊടുക്കാം, അതുപോലെ തന്നെ ബ്രയോണി കൊടുക്കാം, അനാക്കാർഡിയം കൊടുക്കാം, അതുപോലെ തന്നെ അർജന്റൻ മെറ്റ് കൊടുക്കാം, ചില കേസസിൽ അർജന്റൻ നൈട്രസും കൊടുക്കാം. ആഴ്സാൽബ് നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. പിന്നെ ഫോസ്ഫറസ് നമുക്ക് കൊടുക്കാം. ചില കേസസിൽ ആസഫോയിസിഡ കൊടുക്കാറുണ്ട്, കാലിബൈക്ക് കൊടുക്കാറുണ്ട്. ഇതിലൊക്കെ നമുക്ക് അതനുസരിച്ചുള്ള ആക്ഷൻ കിട്ടാറുണ്ട്. പക്ഷെ ഈ ഇത് TDSO അല്ലെങ്കിൽ BDO അല്ലെങ്കിൽ 2 hourലോ 3 hourലോ നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്യുമ്പം അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവരിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ഒരു ആവശ്യകതയാണ്. പിന്നെ പഴം നമുക്ക് ഇടയ്ക്കൊക്കെ ഈ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ പറയുന്ന ഒരു പൊതുവെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പാക്കറ്റിൽ കിട്ടുന്ന ബ്രെഡോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇവർ ഇടയ്ക്ക് കഴിക്കുക. അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ നാടനായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് തന്നെ കഴിവതും പഴങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് നമ്മളൊന്ന് പറയുന്നത് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക്കും ഡുയോഡനൽ അൾസറും എളുപ്പത്തിൽ നമ്മൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷവും കാര്യം പറഞ്ഞു. പിന്നെ വയറുവേദന പറയുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും നോക്കുമ്പോഴത്തേക്കും ഒരു ഭക്ഷണം കഴിച്ച് ഒരു 2 to 4 hours ഗ്യാപ്പിലായിരിക്കും സാധാരണ ഡുയോഡനൽ അൾസറിന്റെ ഒരു പെയിൻ അങ്ങനെ പറയാന്ന് പറയുന്നത്. കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് വ്യത്യാസം വരും. അതുപോലെ തന്നെ രാത്രികളിൽ, അതായത് അവരൊന്ന് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള രാത്രികളിൽ ഒരു 3 മണിയൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെ വരുന്ന സമയത്ത് അതികഠിനമായ വേദന വരുമ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും നോക്കുമ്പോൾ ഒന്നുകിൽ നക്സോ അല്ലെങ്കിൽ റൊബേന അയക്കാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. ഇനി അതല്ല, നമുക്ക് അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു 3 days ഗ്യാപ്പിൽ ഞാൻ ഓരോ ഡോസ് 2 ഡോസ് ചെയ്ത് അൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ചില കേസസിൽ ടെണ്ണം നക്സോമിക്ക ആണെങ്കിൽ നക്സോമിക്ക ടെണ്ണം, റൊബേന ആണെങ്കിൽ റൊബേന ടെണ്ണം കൊടുത്ത് ഒരു മന്തൊക്കെ വെയിറ്റ് ചെയ്ത് പോകുന്ന കേസസും ഉണ്ട്. പിന്നെ ബ്ലീഡിങ്ങും പെർഫറേഷൻസും അങ്ങനെയൊക്കെ ഉള്ള കേസസ് ആണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കേസസ് ആണെങ്കിൽ മാത്രം നമ്മൾ എടുക്കുക. അല്ല, ബ്ലീഡിങ് കേസസ് ഒക്കെ ഞാൻ സാധാരണ റെഫർ ചെയ്യാറുണ്ട്. പിന്നെ അവര് പണ്ടെങ്ങാണ്ട് ചെയ്തൊരു എൻഡോസ്കോപ്പി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് റാൻഡാക്ക് അല്ലെങ്കിൽ ഒമീസ്, റാബിറ്റസോൾ, സോംപ്രാസ് ഒക്കെ കഴിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ആ കേസ് എടുക്കുമ്പം അല്ലെങ്കിൽ കുറെ കാലമായിട്ട് ഇങ്ങനെ ഈ ആന്റാസിഡ്സിലും ആന്റി അൾസറൻസിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എൻഡോസ്കോപ്പി അഡ്വൈസ് ചെയ്തേ മതിയാവൂ. എൻഡോസ്കോപ്പി എടുക്കാൻ പേടിയുള്ള ആൾക്കാരാണ് കൂടുതൽ. അത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ എൻഡോസ്കോപ്പി അഡ്വൈസ് ചെയ്യുമ്പം അവർക്ക് അത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. പെയിൻഫുൾ ആണ്, വേദനിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പേടിയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എൻഡോസ്കോപ്പി എടുക്കാൻ നമ്മൾ വിടുമ്പോഴും നിർബന്ധമായിട്ടും ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിന്റെ അണ്ടറിൽ തന്നെ ആ എൻഡോസ്കോപ്പി എടുക്കുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ആണ്, നമ്മളൊരു പേഷ്യന്റിനെ റെഫർ ചെയ്യുമ്പോൾ ആ പേഷ്യന്റ് ഇപ്പൊ നമ്മൾ റെഫർ ചെയ്തു എന്ന് പറഞ്ഞ ആ പേഷ്യന്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ആ പേഷ്യന്റിന് നമ്മളുടെ ആക്ച്വലി റെസ്പെക്ട് കൂടുകയുള്ളൂ. നമ്മളൊരു കേസ് ഇന്നലെ ഒരു ഡോക്ടറായിട്ട്
അജ്ഞാതമായി സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്. അതായത് ഒരു നല്ല ഡോക്ടർ ആരാണ് എന്നുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരാള് നമ്മൾ പറയൂലേ, പിന്നെ 12 വർഷമായിട്ട് മൈഗ്രെയിൻ ചികിത്സിക്കും ഒരു പേഷ്യന്റ്, അതായത് അത് കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ചികിത്സിക്കുന്നുണ്ട്, അത് വലുതായപ്പോഴും നമ്മൾ അതൊന്ന് ചികിത്സിക്കുകയാണ്. അപ്പം ചില നമുക്ക് തന്നെ അറിയാം, മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റത്തിൽ വരുന്ന ഡിസീസസ് ഓക്കെ, അല്ലെങ്കിൽ ചില ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഓക്കെ. അല്ലാതെ വന്നിട്ട് നമ്മൾ ഒരേ അസുഖം തന്നെ ഇപ്പൊ നമുക്ക് ക്യൂർ ആക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ സേ ലൈക്ക് 3 months 6 months അല്ലെങ്കിൽ 1 year, അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു സാമാന്യ മര്യാദയാണ് റെഫർ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുടമ്പൻ ന്യായങ്ങൾ പറഞ്ഞത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. ഒരു നല്ല ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത് വരുന്ന ആൾക്കാർ അറ്റ് ദ ഏർലിയസ്റ്റ് ആയിട്ട് നമ്മൾ അത് ചെയ്യും. അതുപോലെ ടെസ്റ്റ് ചെയ്യുന്നതിൽ ഇപ്പം 3000 അല്ലെങ്കിൽ 4000 ആയി, 8000 ആയി, 12,000 ആയി, അത്രയും വലിയ ടെസ്റ്റ് ഒക്കെ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുമോ? അങ്ങനെയല്ല, നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മൾ എഴുതുക. ഇപ്പൊ ഫീമെയിൽ ഹോർമോൺ മിക്കവാറും വരുന്ന കേസസിൽ ഞാൻ ഫീമെയിൽ ഹോർമോണിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ മീൻസ് അങ്ങനത്തെ കേസസ് വരുമ്പോൾ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ആ ഫീമെയിൽ ഹോർമോണിലൊക്കെ ഒരു പുറത്ത് ചെയ്യുമ്പോൾ 3000 വരുന്ന ലാബ്സ് ഉണ്ട്, 4000 വരുന്നതുണ്ട്, 2800 പറയുന്ന ലാബ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാൾ അവർക്ക് ആ പൈസ കുറച്ച് കിട്ടുക, അല്ലെങ്കിൽ പബ്ലിക് ലാബ് ഉണ്ട്, നമുക്ക് അതുപോലെ ഗവൺമെന്റ് ഫെസിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഇപ്പം എൻഡോസ്കോപ്പി മസ്റ്റ് ആണ്. ആ എൻഡോസ്കോപ്പി പണ്ടെങ്ങാണ്ട് ചെയ്തൊരു എൻഡോസ്കോപ്പി അല്ല, നമ്മൾ അല്ലാതെ എടുക്കുന്ന ഒരു എൻഡോസ്കോപ്പി മസ്റ്റ് ആണ്. പിന്നെ ഇപ്പം നമ്മളെ ഡുവോഡിനൽ അൾസറിന്റെ കേസിൽ മാത്രമല്ല, നമുക്കറിയാം പല തരത്തിലാണ് നമുക്ക് പ്രസന്റേഷൻസ് വരിക എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങേയറ്റം ഏറ്റവും നിസ്സാരമായിട്ട് നമ്മൾ പറയുന്ന ഇൻഡൈജഷൻ, ഈ അൾസേഴ്സ് മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞാല് നമുക്ക് ഒരു ദഹനം അങ്ങനെ വരാം, അല്ലെങ്കിൽ നമുക്ക് നെഞ്ചിരിച്ചില്, അല്ലെങ്കിൽ വയറ് ഊതി വീർക്കല്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള വയറുവേദന, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള വയറുവേദന, ഓക്കാനം, ഛർദില്, പിന്നെ അതുപോലെ തന്നെ ഏമ്പക്കം വരിക, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുക, ഭക്ഷണം തീരെയും വേണ്ട എന്നുള്ള ആ ഒരു തോന്നല്, പിന്നെ വന്നിട്ട് സ്റ്റൂളിന്റെ കളർ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ടാറി ആവുക, അതല്ലെങ്കിൽ നമുക്ക് എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നൊരു തോന്നലില് അങ്ങനെ വരുന്ന കേസസ് ഉണ്ട്. പിന്നെ നീറ്റല്, അവരെന്നെ പറയുമ്പോ അപ്പൊ നീറ്റൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തീക്കനൽ വന്ന് വീഴുന്ന പോലെ, അല്ലെങ്കിൽ എനിക്ക് പൊള്ളി പോണ പോലെ, അല്ലെങ്കിൽ ഭക്ഷണം ഇങ്ങനെ ഇവിടെ ഇറങ്ങുമ്പോൾ എനിക്കത് അറിയാൻ പറ്റും. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ വെള്ളം കുടിക്കുന്ന സമയത്ത് അതിങ്ങനെ ഇറങ്ങി പോകുന്നത് എനിക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ എന്റെ വയറിനകത്ത് ഇങ്ങനെ ഒരു കുളുകുളാന്നുള്ള ഒരു സൗണ്ട്, ഇങ്ങനെ എന്ത് കേസ് അത് നമ്മള് നോക്കി പറ്റിയില്ല, ഒരു മാസമോ അല്ലെങ്കിൽ 2 ആഴ്ചയോ നമ്മൾ മെഡിസിൻസ് കൊടുക്കുക, എന്നിട്ട് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതെന്താന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഹോമിയോക്കാരെ മാത്രം എല്ലാരും അല്ല കേട്ടോ, ഒരു ചില ആൾക്കാർ ഒരു സ്ഥിരം ഡയലോഗാണ്, കൂടിയിട്ടേ കുറയൂ, കുറച്ച് വെച്ചത് ഇങ്ങനെയാണ്, കൂടിയിട്ടേ കുറയുള്ളൂ. അപ്പൊ എന്റെ ഒരു ന്യായമായ സംശയമാണ്, ഇവരെന്തിനാണ് നമ്മുടെ അടുത്ത് വരുന്നത്? ആക്ച്വലി അവരെ അസുഖം മാറാനാണ് അവർ നമ്മളെ തിരഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 1 മാസം 2 മാസം 3 മാസം കൂടിയിട്ടേ കുറയുള്ളൂ എന്ന് പറയുന്നത് അത് നമ്മൾ അവരെ പോലെ തന്നെയാണ് നമ്മളും എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല്, പിന്നെ നമ്മൾ ഇത്തരം കേസസ്, ഈ കേസസ് അല്ല എന്ത് കേസസ് നമുക്ക് കിട്ടിയാലും നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ അസുഖം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് വീഡിയോസ്, ഇപ്പൊ ഷോർട്ട് വീഡിയോസ് ആവശ്യം പോലെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് സമയം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ അൾസർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് അൾസർ എന്നുള്ളത് അവരെ അതിലൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു പടം വരച്ചിട്ട് അതിനകത്ത് ഇതാണ് അൾസർ, അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ വന്നു വീഴുമ്പോൾ എന്താണ് സംഭവിക്കുക, എന്നാൽ മാത്രമേ അവർ മറ്റു ഉള്ള കാര്യങ്ങൾ എടുക്കാതിരിക്കുള്ളൂ എന്നുള്ളതാണ് ഒരിത്. പിന്നെന്ന് വെച്ചാല് നമുക്ക് മെഡിസിൻസ് നോക്കുകയാണെങ്കിൽ ഈ എന്ത് ടൈപ്പ് ഓഫ് അൾസർ ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് വന്നിട്ട് ലംബമെസെറ്റിസം കൊടുക്കാവുന്നതാണ്. ഞാൻ കൂടുതൽ ഫാറ്റി പൊട്ടൻസിയാണ് യൂസ് ചെയ്യുന്നത്. ലംബമെസെറ്റിസം ഫാറ്റി നമുക്ക് കൊടുക്കാവുന്നതാണ്, നല്ല റിസൾട്ട് കാണാറുണ്ട്. പിന്നെ ഹൈഡ്രാക്സിസ്, റൊബേന, നക്സോമിക്കം, ഈ 3 മെഡിസിൻസും ഇന്നെവിറ്റബിൾ ആണ്. അതായത് ഒരു ദിവസം ഇതിലേതെങ്കിലും ഒരു ടിncture യൂസ് ചെയ്യാത്ത ഒരു ദിവസവും ഇവിടെ ഉണ്ടാവാറില്ല. ഇപ്പൊ കുറച്ചു മുമ്പ് ഒരാള് വന്ന് തട്ടി ഞാൻ പോവില്ല. ആക്ച്വലി എനിക്ക് അതിൽ ഭയങ്കര അഭിമാനമാണ്. കാര്യം ഇവിടെ ക്ലിനിക്സ്, ഹോമിയോ ക്ലിനിക് ആണെങ്കിലും അല്ല പ്രൈവറ്റ് ഡോക്ടേഴ്സ് ആണെങ്കിലും ഗവൺമെന്റ് ഡോക്ടേഴ്സ് പുറത്തിരിക്കുന്നതാണെങ്കിലും ഒക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ അങ്ങനെ ആക്ച്വലി ഒരു സിറ്റി പോലെ തന്നെ അത്രയും ഡോക്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ എന്നാൽ പോലും
രാത്രി നമ്മൾ ഈ സമയത്ത് നമ്മൾ ഇല്ല എന്നാൽ പോലും അവിടെ ലൈറ്റ് കണ്ടിട്ട് അവർ വന്ന് അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ആ ട്രസ്റ്റ് നമ്മൾ എക്കാലവും കാത്തു സൂക്ഷിച്ച് പോകുമ്പോൾ നമ്മൾ റെഫറൻസ് എപ്പോഴും കീപ്പ് ചെയ്യുന്നതാന്നുള്ളത് അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രാസിസ് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഏതൊരു കേസിലാണെങ്കിലും നമുക്ക് ഹൈഡ്രാസിസ് പൊട്ടൻസി ആണെങ്കിലും സിഞ്ചർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ യൂസ് ചെയ്യുന്ന മെഡിസിൻ വന്നിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഹൈഡ്രാസിസ് ഡോക്ടർ നമ്മൾ ഹൈഡ്രാസിസ് കൊടുത്തു, പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയാറുണ്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ അത് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഏത് തരത്തിൽ എന്നുള്ളതല്ല, ഈ മരുന്ന് ഓൺ ടൈമിൽ കറക്റ്റ് ആയിട്ട് ആ പേഷ്യന്റ് എടുത്തിരിക്കണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വന്നിട്ട് ഇത് വയറ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു വേദന, ഫുഡിന് എടുക്കുന്ന ശേഷമുള്ള വേദന, പിന്നെ ആകെ മൊത്തത്തിൽ ഒരു അസ്വസ്ഥത എന്നൊക്കെ പറഞ്ഞു വരുന്നു. ഫുഡ് എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആണ്, പക്ഷെ ഒരു 2 to 3 hours ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും എന്റെ അവസ്ഥ പഴയതുപോലെ നേരത്തോട് നേരെ എത്തുമ്പോഴത്തേക്കും എന്റെ അവസ്ഥ പഴയതുപോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന കേസസിൽ നമുക്ക് വന്നിട്ട് അനാകാർഡിയം നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് തരത്തിലുള്ള അസ്വസ്ഥതകളാണെങ്കിലും റൊബേന ടിഞ്ചറും കഴിഞ്ഞാൽ നമുക്ക് 30, 200, 1M, 10M കൂടുതൽ 3x വന്നിട്ട് നല്ല ആക്ഷൻ കിട്ടുന്ന ഒരു മെഡിസിൻ ആണ്. അപ്പൊ 3x നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. പിന്നെന്ന് പറഞ്ഞാൽ പുകച്ചിലിന്റെ കാര്യം പറഞ്ഞു. അതായത് ഒരു രക്ഷയില്ലാത്ത പുകച്ചിലോടുകൂടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ പുകച്ചിൽ വരുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ എല്ലാവരും ആൾക്കാർ തന്നെയായിരിക്കും ആദ്യം പ്രിഫർ ചെയ്യുക. അപ്പം അതായത് എസ്പെഷ്യലി രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാലും എന്തൊക്കെ തന്നെ ചെയ്താൽ ആ വേദന ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള ഇത്. പിന്നെ വോമിറ്റിംഗ് ഡാർക്ക് കളറിലാണ് വോമിറ്റിംഗ് പോകുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. ഛർദ്ദിച്ചപ്പോ അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു കറുപ്പ് നിറത്തിലോ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലോ ആണ് ഞാൻ ഡോക്ടറിന്റെ ഡ്രസ്സിന്റെ പോലത്തെ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന കേസസ് ഉണ്ട്. അപ്പൊ ബ്ലഡ് എക്സാമിനേഷൻസും നമ്മള് പെരുമ്പാവൂർ മോറ്റുപുഴ. അപ്പൊ ആഴ്ചാൽവ് നമുക്ക് അങ്ങനെ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെന്ന് പറഞ്ഞാല് നമുക്ക് ബയോകെമിക്കൽ വന്നിട്ട് നാട്രം ഫോഴ്സ് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. നാട്രം ഫോഴ്സ് പക്ഷെ ഞാൻ അങ്ങനെ ട്രീറ്റ്മെന്റിന്റെ സൈറ്റിൽ അങ്ങനെ കൊടുക്കാറില്ല. പകരം പ്രിവെന്റീവ് ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അതായത് അവരുടെ ആ ഒരു അൾസർ ഹീലായി എന്നിട്ട് പക്ഷെ ആ ഹീലായി എന്ന് പറഞ്ഞ് പിന്നീട് അൾസർ വരില്ല എന്നൊരു അഷുറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഡയറ്റും ബാക്കി റെജിമനും ബാക്കിയൊക്കെ തെറ്റേക്കുമ്പോൾ വീണ്ടും അത് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അവരോട് അതൊക്കെ ശ്രദ്ധിക്കാൻ പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ വന്നിട്ട് നാട്രം ഫോഴ്സ് 6x വന്നിട്ട് അവരോട് ഒരു ബോട്ടിൽ വെള്ളം, ഓഫീസിലൊക്കെ പോകുന്ന ആ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടല്ലോ, ആ ഒരു ബോട്ടിൽ വെള്ളത്തിലേക്ക് ഒരു 5 പിലിച്ചിട്ട് കൊടുക്കാം ഇടാൻ ഞാൻ പറയാറുണ്ട്. വെള്ളം തിളച്ച് എടുത്ത് വെക്കുന്ന വെള്ളത്തിലേക്ക് ഒരു 5 പിലിച്ചിടുക. അപ്പൊ കുറച്ച് കഴിഞ്ഞത് തണുത്തിട്ടുള്ള ബോട്ടിലേക്ക് ഒഴിക്കാറുള്ളൂ. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരുന്നുണ്ട് എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ടൈം ഡ്യൂറേഷൻ നോക്കി കുടിക്കണം എന്നുള്ളതല്ല, ഇടയ്ക്കിടയ്ക്ക് അത് സ്കിപ്പ് ചെയ്തോളാൻ പറയാറുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു അടുത്തൊരു ട്രിഗർ വരാതെ ഒരു കുറച്ച് എന്തെങ്കിലും മൈൽഡ് ട്രിഗേഴ്സ് വന്നാൽ പോലും അത് നമ്മളെ പ്രിവെന്റ് ചെയ്യുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിലെ വേദന വന്നിട്ട് ശക്തമായ വേദന, അതുപോലെ തന്നെ വയറിൽ ഒന്നും ഇല്ലാത്ത പോലെ, പിന്നെ ഒരു ബോധക്കേട് പോലെയൊക്കെ തോന്നുന്നു, പിന്നെ ഇൻഡൈജഷൻ തന്നെയാണെന്നുള്ള ആ ഒരു ഫീലിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈവനിങ് ടൈമിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇതിങ്ങനെ 4 മണി തൊട്ട് 8 മണി വരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുന്നു എന്നുള്ള ആ ഒരു ഫീലിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ലൈക്കോപോഡിയം കൊടുക്കാവുന്നതാണ്. പിന്നെ ലൈക്കോപോഡിയം കൊടുക്കുമ്പോൾ കഴിവതും ഞാൻ കൊടുക്കുമ്പോൾ 1M കൊടുക്കാറ്. അത് ചിലപ്പോൾ 1 in 14 days ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസമാണ് ലൈക്കോപോഡിയം 1M സാധാരണ കൊടുക്കാറുള്ളത്. പിന്നെ വന്നിട്ട് പൊളിറ്റീഷ്യൻസ് ആണ് പേഷ്യന്റ് ആയിട്ട് വരുന്നെങ്കിലും അതിപ്പോ ഈ അൾസറിൽ നിന്നുള്ളതല്ല, അല്ലാതെ അതിപ്പം ഏത് സെക്ടറിൽ നിന്ന് വരുന്നതാണെങ്കിലും പൊളിറ്റീഷ്യൻസ് വരുമ്പം സാധാരണ ഞാൻ അതിന് അവർ എന്ത് അസുഖത്തിന് തന്നെ ആണ് വരുന്നതെങ്കിലും ഞാൻ ലൈക്കോപോഡിയം ഒരു ഡോസ് കൊടുത്തിട്ടേ ആ വീക്കിൽ വേറെ ഒന്നും ഞാൻ കൊടുക്കാറില്ല. ലൈക്കോപോഡിയം 200 ഒരു ഡോസ്, അല്ലെങ്കിൽ 200 1M 10M അത് ഡിപ്പെൻസ്, അത് ഒരു ഡോസ് ഞാൻ കൊടുക്കാറുണ്ട്. ആ ഒരു ഡോസ് കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്തൊരു ഡോസ് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുള്ളൂ. അതിന് അക്യൂട്ട് കേസിലാണെങ്കിലും ക്രോണിക് കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ മാനേജ് ചെയ്ത് പോവാറ്. ഇപ്പൊ ഫീവറോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പൊ എക്സാമ്പിൾ ഫീവർ, ജലദോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നാൽ തന്നെ ഞാൻ വന്നിട്ട് അത് ടെപ്പിക് പഞ്ചിങ്ങോ അല്ലെങ്കിൽ എന്താണ് ഡോക്ടറെ ഈ പൊളിറ്റീഷ്യന്മാർക്ക് ലൈക്കോപോഡിയം എന്തുകൊണ്ടാണ്?
പൊളിറ്റീഷ്യൻസിന് ലൈക്കോപോഡിയം എന്തുകൊണ്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മള് ഫിലിപ്പും ബെയിലി വായിക്കുമ്പം അതിനകത്ത് ഇങ്ങനെ കുറെ നരേഷൻസ് എനിക്ക് ആ ഒരു ഇൻപുട്ട് ആദ്യം ഇട്ട് തന്നത് ശരിക്കും പറഞ്ഞാൽ ശാരദാകൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ വിൻസെന്റ് വർഗീസ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്. ഞങ്ങള് PG കോർഡിനേറ്റർ ആണ്, ഞങ്ങൾ മെഡിക്കൽ മെഡിക്കൽ സാറാണ്. സാറ് പല പ്രാവശ്യവും ക്ലാസ് എടുക്കുമ്പോൾ ഇതിങ്ങനെ വീണ്ടും വീണ്ടും സാറിങ്ങനെ ആവർത്തിക്കാറുണ്ട്. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ അല്ലാതെയുള്ള പേഴ്സണൽ ഡിസ്കഷൻസിൽ സാറ് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ വന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളവിടെ പഠിക്കുന്ന സമയത്ത് വന്നിട്ട് സാറിങ്ങനെ മൂവീസ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ക്ലിപ്പിംഗ്സ് ഇടാറുണ്ട്. ആ ക്ലിപ്പിംഗ്സ് ഇട്ടിട്ട് അതിന്റെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മൾക്ക് എല്ലാ ആൾക്കാർക്കും ചോദിക്കാറുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു വളരെ പ്രൊഡക്റ്റീവ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻ ആണ്. പക്ഷെ അന്ന് ലൈക്കോപോഡിയ വന്നിട്ട് നമ്മൾ അത് വായിക്കുമ്പോൾ എനിക്ക് എക്സാക്ട് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫിലിപ്പും ബെയിലി വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എസൻസ് ഓഫ് മെറ്റീരിയൽ മെഡിക്കൽ വായിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ എസൻസ് ഓഫ് മെറ്റീരിയൽ മെഡിക്ക പിന്നെ ഒരു ബുക്കും കൂടെ ഉണ്ട്, ഞാൻ ഓർക്കണില്ല. അത് അത് എന്തുകൊണ്ടെന്ന് ആക്ച്വലി എനിക്ക് ഇപ്പോഴും അത് നരേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അത് അവരങ്ങനെ തന്നെ, അത് ഒരു കോമൺ നാച്ചറാണ്. ഞാനൊരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് എനിക്ക് അത് അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. ക്ഷമിക്കുക. കാര്യം നമ്മൾ എല്ലാവർക്കും അവരോട് സിസ്റ്റത്തിന്റെ അടുത്ത് ഒരു സ്നേഹം ഉണ്ടായിരിക്കുമല്ലോ, ആ സ്നേഹം എനിക്ക് ഇതിലും ഉണ്ട്. അതുകൊണ്ട് മാത്രം ഞാനത് സാധാരണ എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഞാൻ അത് അങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബിക്കോസ് എന്റെ ഈ കണ്ണ് ഹോമിയോപ്പതി ആണെങ്കിൽ, അതായത് എന്റെ റൈറ്റ് ഐ ഹോമിയോപ്പതി ആണെങ്കിൽ എന്റെ ലെഫ്റ്റ് ഐ ഉറപ്പായിട്ടും എന്റെ പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ ദ ഹോൾ പൊളിറ്റീഷ്യൻസ് ഐ റെസ്പെക്ട് ആൻഡ് ഐ ലവ് ദം. അതുകൊണ്ടുള്ള ഒരു ഇതാണ്. സോറി മേഡം, ഇത് വായിക്കുമ്പോൾ നമുക്കത് കുറച്ചൊരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് കാലി ബേക്കിന്റെ കാര്യം പറഞ്ഞല്ലോ. നമുക്കറിയാം സ്പോട്ടായിട്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുക എന്നുള്ളത് നമുക്കറിയാലോ. ഇത് അങ്ങനെ തന്നെയാണ്, അവരത് അങ്ങനെ തന്നെ പറയും. ഒരു സ്ഥലത്ത് എനിക്ക് നൊമ്പലം, ഈ വയസ്സായ ആൾക്കാരെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ലോക്കൽ ലാംഗ്വേജ് ആണ് അത്. മക്കളെ ആ നൊമ്പലം വന്നിട്ട് ആ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, വേറെ സ്ഥലത്ത് എനിക്ക് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വരാറുണ്ട്. അപ്പൊ ആ വട്ടത്തിൽ വരുന്ന ആ ഒരു വ്രണമാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അതുപോലെ തന്നെ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ വേദനയ്ക്ക് ആശ്വാസം. കാലിബൈക്കിന് ആഹാരം കഴിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ വേദനയ്ക്ക് വന്നിട്ട് ആശ്വാസം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പുകച്ചിലും ആഹാരം കഴിച്ചു കഴിഞ്ഞുള്ള വേദനയും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വോമിറ്റിങ്ങും ബാക്കി കാര്യങ്ങൾക്കൊക്കെ, അതുപോലെ പൊളിച്ചു തകർത്തലും ബാക്കി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാൻ സാധിക്കുന്ന ഒരു മെഡിസിനാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അത് സെയിം ടൈം തന്നെ നമുക്ക് വന്നിട്ട് ഓർണിത്തോഗാലിൻ വന്നിട്ട് നല്ലൊരു മെഡിസിനാണ്. അതും ഈ പറഞ്ഞ മാതിരി ബേണിംഗ് സെൻസേഷൻ വന്നിട്ട് ആ ബേണിംഗ് സെൻസേഷൻ ഉള്ള ആൾക്കാരിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ബേണിംഗ് ഉള്ള എല്ലാ ആൾക്കാർക്കും ആൾക്കാൽവ് പോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഓർണിത്തോഗാലിൻ കൊടുക്കാം. അത് ടിഞ്ചർ നമുക്ക് കൊടുക്കാം, 3x കൊടുക്കാം. ഇത് വന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ സോൾ ഓഫ് റെമഡീസ്. അതാണ് ഞാൻ ആലോചിച്ചിരുന്നത്. മെഡിസിൻ ബുക്ക് രാജൻ ശങ്കരൻ സാറിന്റെ സോൾ ഓഫ് റെമഡീസ് ആണ്. ഈ സോൾ ഓഫ് റെമഡീസ് നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് വന്നിട്ട് നല്ല ഒരു ഐഡിയ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇത് വായിക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിനു മുമ്പും ഡോക്ടർ മ്യൂട്ടായി പോയി. ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. എല്ലാ പേർക്കും ഇപ്പൊ നമുക്ക് ഒരേപോലെ നമുക്ക് വായിക്കുമ്പോൾ ആക്ച്വലി എനിക്ക് തുടക്കത്തിൽ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാനത് ആഗ്രഹിക്കുന്നത്. അതായത് ചില ഓതേഴ്സിന്റെ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഡൈജസ്റ്റ് ആവണം എന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ നമുക്ക് മലയാളം വായിക്കുന്ന അതേ ഒരു ഇതിൽ നമുക്ക് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ ഇപ്പം സ്കാലി ആർസെനിക്കോസം. ഓക്കെ, അപ്പൊ ഒന്നുകിൽ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിന്റെ ഒന്നുകിൽ ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം വന്നിട്ട് നമുക്കത് നമ്മുടെ ഡിസൈഡ് ലാംഗ്വേജിലേക്ക് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇടുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. ഇനി അങ്ങനെ അല്ല
നമുക്ക് അങ്ങനെ നോക്കിയെടുക്കാൻ ഒരു സമയം കിട്ടുന്നില്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഫോട്ടോ നമ്മൾ ഇപ്പൊ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓൺ ആക്കി ഫോട്ടോ സെപ്പറേറ്റ് എടുത്തു മാറ്റാതെ ഇത് നമ്മൾ ഈ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഫിലിപ്പൻ ബേലിയുടെ കാര്യം പറഞ്ഞല്ലോ. ഫിലിപ്പൻ ബേലി, എന്റെ ഫിലിപ്പൻ ബേലിയിൽ വന്നിട്ട് ഇതിനകത്ത് അത് എത്രത്തോളം കാണാൻ പറ്റുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അതായത് അലുമിന, ഞാൻ അതിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. മാനസിക അസ്ഥിരത, അനാകാർഡിയം, ഗുഡ് വേഴ്സസ് ഈവിൾ. ഞാൻ നേരത്തെ പറഞ്ഞു അൾസറിന് നല്ലൊരു മെഡിസിൻ അനാകാർഡിയ ആണെന്ന് പറഞ്ഞു. അതായത് അനാകാർഡിയത്തിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ടഗ് ഓഫ് വാറാണ്. അത് നല്ല ദുഷ്ടനും അയാൾ തന്നെയാണ്, നല്ലതും അയാൾ തന്നെയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇതിൽ വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണുന്നുണ്ട്, എന്തോ എഴുതിയിരിക്കുന്ന കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിനകത്ത് വന്നിട്ട് അപ്പൊ ഗുഡ് വേഴ്സസ് ഈവിൾ. ഓക്കെ, അപ്പൊ ഞാൻ ഈ അൾസർ ആയിട്ടൊന്ന് കോറിലേറ്റ് ചെയ്യാം. അൾസറിന്റെ ഒരു പേഷ്യന്റ് വരെയാണ്. അപ്പൊ അയാളടുത്ത് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ്, ഒരാളെ കൊല്ലണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ശാപവാക്കുകളൊക്കെ പറയാ, ഇതെല്ലാം അയാൾ ചെയ്യുമെങ്കിലും നമ്മൾ കഴിഞ്ഞ കാലം പാസ്റ്റ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ലൈഫ് സ്പേസ് സിറ്റുവേഷൻ നമ്മൾ ചോദിക്കുമല്ലോ, ക്രോണിക് കേസസിലെ ലൈഫ് സ്പേസ് സിറ്റുവേഷൻ ചോദിക്കുമല്ലോ, അത് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ അർജന്റൻ നൈട്രിക്കത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അർജന്റൻ നൈട്രിക്കത്തിൽ ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആവേശഭരിതവും ക്രമരഹിതവുമായ മാനസികാവസ്ഥ. ഓക്കെ, അപ്പം എളുപ്പത്തിന് ഇപ്പൊ അപ്പൊ ഇത് നമ്മൾ അങ്ങനെ ചെയ്തിടുന്നത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എത്ര ലാംഗ്വേജസ് അറിയാമെങ്കിലും നമ്മളെ മദർ ടങ്ങിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ആ ഒരു സ്വീറ്റ്നെസ് നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ ഓറം വെച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ലോസിംഗ് ഓഫ് ലൈഫ് പറയണം, ജീവിതത്തോടുള്ള വെറുപ്പ്. അതുപോലെ തന്നെ കോസ്റ്റിക്കം ഞാൻ എനിക്ക് എപ്പോഴും പറയാം, ആദർശവാദി. ഓക്കെ, അത് ഐഡിയലിസ്റ്റ് ആണ് കോസ്റ്റിക്കം. അപ്പൊ ആദർശവാദി. മെഡോർൺ എന്ന് പറഞ്ഞാൽ ഒരു അഭിനിവേശമുള്ള സാഹസികൻ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫോസ്ഫറസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പുള്ളിക്ക് ഒരു അതിരുകളില്ലാത്തൊരു ലോകമാണ് ആ പുള്ളിയുടെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. അതായത് പുള്ളി എന്ത് കാര്യത്തിലാണെങ്കിലും ലാക്ക് ഓഫ് ബൗണ്ടറീസ് ആണ്. ആരെടുത്തും എങ്ങനെ, ഇപ്പൊ ഡോക്ടറാണ് അല്ലെങ്കിൽ പോലീസാണ് അല്ലെങ്കിൽ വേറൊരാളാണ്, അങ്ങനെയില്ല. അതിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഭാര്യയ്ക്ക് ചിലപ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ഇതേമാതിരി അതിരുകളില്ലാതെ അല്ലെങ്കിൽ ഉള്ളിലൊന്നുമില്ലാതെ എക്സ്പ്രസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരാളായിരിക്കും ചിലപ്പോൾ നല്ലതായിരിക്കാന്ന് തോന്നാറുണ്ട്. പിന്നെ ഫോസ്ഫോറിക് ആസിഡ് വരുമ്പോൾ നമ്മൾ ഒരു വൈകാരിക മരവിപ്പ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ അൾസറുള്ള ഏത് കേസിലാണെങ്കിലും നമുക്ക് ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതുപോലെ തന്നെ ഗ്രാഫൈറ്റിസ് കൊടുക്കാം അൾസർ കേസിൽ. അപ്പൊ ഗ്രാഫൈറ്റിസിലും എനിക്ക് പറഞ്ഞ മാതിരി ബ്ലാൻഡ്നെസ്, മൃദുത്വം എന്നുള്ള ആ ഒരു ഫീലാണ് നമ്മളപ്പോ എടുക്കുക എന്നുള്ളത്. പിന്നെ ഒരു ഇനേർഷ്യ, നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും അവിടെ ഒരു കുലുക്കവും ഇല്ല. അതായത് എന്നാ പാവമാണ്, ഒരു ജഡത്വം എന്ന് പറയാതില്ല. അത് നമ്മൾ കൽക്കേറിയ കാർബ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഇപ്പൊ ഇത് നമ്മളിങ്ങനെ എഴുതിയിരിക്കുക. പിന്നെ ഇതിനകത്ത് പ്രചോദിതമായ അഹങ്കാരം, അതായത് സൾഫറിനാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. അതിനകത്ത് ഇൻസ്പയർഡ് ഈഗോ എന്നുള്ളതാണ് ഞാൻ ആ ഒരു ഇതിലേക്ക് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പം അൾസർ എന്നുള്ളതല്ല, ഞാനൊന്ന് എല്ലാവരുടെ പെർമിഷനോട് കൂടി ഞാനൊന്ന് ബാക്ക് ക്യാമറ ഓൺ ആക്കുവാണ്. ഇതിനകത്ത് അതായത് ഒരു കേസ്, ആ കേസ് എന്ത് കേസ് തന്നെ ആയിക്കോട്ടെ, ആ ഒരു കേസ് വരുമ്പോ ഇപ്പൊ ഇതില് ഞാൻ ജൂനിയേഴ്സിന് ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ആ കേസ് വരുമ്പോ ആദ്യം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ടിപ്സ് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് വഴികൾ കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പം അൾസറിന്റെ കേസാണ് ഒരു ഉദാഹരണം. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഹോമിയോപ്പതി എവരിബഡി സെൽഫ് ഹീലർ ചാൾസ് ഡി എവാർട്ട് എന്ന് പറഞ്ഞ ഒരു സാറിന്റെ ബുക്കാണ്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഡിക്ഷണറി ഓഫ് പ്രാക്ടിക്കൽ മെറ്റീരിയൽ എടുക്കുക, വോളിയം 2, എന്നിട്ട് അപ്പം അതങ്ങനെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ എടുക്കുമ്പോൾ വന്നിട്ട് ലോട്ടസ് മെറ്റീരിയൽ എടുക്കുക. അപ്പൊ ഇതിനകത്തുള്ള ഒരു ഞാൻ ബുക്സ് കാണിക്കാൻ വേണ്ടി കാണിച്ചതല്ല, ഞാനത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതും ആ പ്രാക്ടിക്കാലിറ്റിയുമായിട്ടുള്ള ആ ഒരു അപ്രോച്ച് എങ്ങനെ എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ പറഞ്ഞതല്ലാതെ
ധാരാളം നോട്ട്ബുക്സ് ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഈ നോട്ട്ബുക്സിലൊക്കെ ഒരു കേസ് നമുക്ക് കിട്ടുമ്പോൾ ഇതെനിക്ക് ഞാൻ സാദത്ത് സാറിന്റെ അടുത്ത് വളരെയധികം സാദത്ത് സാറിന്റെ അടുത്തും അതുപോലെ തന്നെ ശ്രീധരക്കുറുപ്പ് സാറിന്റെ അടുത്തും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അതായത് ഇപ്പൊ ഇന്ന് ഈ അൾസറിന്റെ നമ്മുടെ ഈ ക്ലാസ്സിലും ഞാൻ പുതുതായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സസിലും ആ ക്ലാസ്സിന്റെ സമയത്ത് സാധാരണ ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല. പക്ഷെ ഓരോ കേസ് വന്നു പോകുമ്പോഴും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ആ കേസും എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്സും പിന്നെ ഞാൻ നോക്കുന്നത് നെറ്റിലും ഓൺലൈൻ അതൊക്കെയാണ് ചെയ്യുന്നത്. ആ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്സിൽ നമ്മൾ നീറ്റായിട്ട് ഒരു അത് ടൈപ്പ് ചെയ്താണ് എനിക്ക് ടൈപ്പ് ചെയ്യുന്നത്. ബേസിക്കലി എനിക്ക് എഴുതുന്നതിനോട് ഇപ്പോഴും താല്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതാണ് ഇതൊക്കെ എന്റെ കേസ് റെക്കോർഡ്സും നോട്ട്സും ആണ്. എന്റെ കേസ് റെക്കോർഡ്സ് എല്ലാം ഞാൻ ഇങ്ങനെയാണ് ഇപ്പോഴും എഴുതി സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മെമ്മറി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് റെഫറൻസിന് അങ്ങനെ നമ്മൾ ഞാൻ പണ്ട് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തപ്പം അവിടെ നിന്ന് കിട്ടിയൊരു ശീലമാണ്. ഇങ്ങനെ നമ്മൾ എഴുതി വെക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ മറ്റേതൊരു ബുക്കിനേക്കാളും നമുക്ക് പെട്ടെന്നൊന്ന് മറിച്ച് നോക്കാം. ഇപ്പൊ IFPHന്റെ ക്ലാസ്സസ്, അതും ഈ എല്ലാ സാറന്മാരുടെ ക്ലാസ്സസും അല്ലെങ്കിൽ എല്ലാ കുട്ടികളുടെ ക്ലാസ്സസും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ പല പല ഇപ്പം ഖാലിദ് സാർ പറഞ്ഞിട്ടുണ്ട്, പല പല സ്ഥലത്ത് നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് സമയത്ത് നമുക്ക് അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ടോപ്പിക് വൈസ് തിരിച്ച് നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു ഇതാണ് കിട്ടാറുള്ളത്. അത് ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയതല്ല, പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ നല്ല ഹണ്ടേഴ്സ് ആയിരിക്കണം. നമ്മൾ നല്ല ഹണ്ടേഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഉള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ഇവിടെ ഉള്ളവർക്കൊന്നും രാത്രി ആയില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഡയറ്റ് നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കുക. ആ ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകണം. കാര്യം സ്പൈസി ഫുഡ് അവോയ്ഡ് ചെയ്യാനുള്ളത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ ഡയറ്റ് ഞാൻ എല്ലാ തവണയും പറയുന്നത് ഇപ്പോഴും ഞാൻ ആവർത്തിക്കുകയാണ്, ഡയറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ബാക്കി കോമോർബിഡിറ്റീസ് നോക്കി മാത്രമേ നമ്മൾ ഡയറ്റ് കൊടുക്കാവൂ. പറ്റാത്ത പേഷ്യന്റ് കൊളാപ്സ് ആയി പോകാൻ പാടില്ല. ഓൾറെഡി മാൽന്യൂട്രീഷൻ അവരിൽ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ നമുക്കത് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ അൾസർ കേസസിൽ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ പറയാറുണ്ട്. ആ ബുക്കിൽ വന്നിട്ട് നിർബന്ധമായിട്ട് ഓരോ വീക്ക് ആകുമ്പോൾ നമ്മളത് മോണിറ്റർ ചെയ്യുക. അതായത് അവർ അങ്ങനെ തന്നെ പോകുന്നുണ്ടോ. ഇപ്പം വീക്കിലി വരുന്ന കേസസ് അല്ല എന്നുണ്ടെങ്കിൽ അവരോട് ഫോട്ടോസ് നമുക്ക് വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ ഡെയിലി നമുക്കൊരു 5 to 10 minutes മതിയാവും. നമുക്കുള്ള കേസസ് മൊത്തത്തിൽ നമ്മളത് വായിച്ചു നോക്കി കറക്റ്റായിട്ട് അതിന് മറുപടി കൊടുത്തില്ല എങ്കിൽ പോലും കുഴപ്പമില്ല. നമ്മളത് മോണിറ്റർ ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർക്ക് ആ ഒരു ഇത് അവർക്ക് കിട്ടാറുണ്ട്. പിന്നെ വേണ്ടത് എന്താന്ന് വെച്ചാല് കൃത്യസമയത്തുള്ള ഉറക്കം വളരെ പ്രധാനമാണ്. അപ്പൊ ഈ ഒരു ഇൻസോംനിയ ഈ കേസസിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ബാക്കി ഇതിനകത്ത് ഡിഫറൻസ് വരും. അപ്പൊ അത് പറ്റില്ല. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം, സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അത് ഇവരെന്താന്ന് വെച്ചാൽ ഇവർ ഡയറ്റിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇവർ ഇതൊക്കെ റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ കല്യാണ വീടുകളിലും മറ്റു ഫംഗ്ഷനോ ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ടൈമിൽ അത് തെറ്റിക്കാറുണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ്ലി അതായത് ക്യൂറബിൾ ആണോ ഇൻക്യൂറബിൾ ആണോ എന്നുള്ള ഇവിടുത്തെ വിഷയം. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പം അൾസറിന്റെ അലർജി മറ്റു കണ്ടീഷൻസ് പോലെയല്ല, അൾസറിന്റെ കേസസിൽ ശരിക്കും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു എയിം. അല്ലെങ്കിൽ അതാണ് കൂടുതലും പ്രാക്ടിക്കൽ ആവുക എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ അൾസറിന്റെ കൂടെ തന്നെ പൈൽസും ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന കേസസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് പെർഫറേഷൻ കൊണ്ട് വരുന്ന ബ്ലീഡിംഗ് ആണോ അല്ലാതെ ഇപ്പൊ പൈൽസോ ഫിഷറോ ഫിസ്റ്റിലോ ഒക്കെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിപ്പേഷൻ കൊണ്ടുവരുന്ന ബ്ലീഡിംഗ് ആണോ എന്നുള്ളത് അത് നമ്മളൊന്നും തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ വന്നിട്ട് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്തരം കേസസിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് പ്രോപ്പർ ഗൈഡൻസും മാനേജ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഇന്ന് ഒരു ചെറിയ ഒരു അസൗകര്യം ഉണ്ട് മാഡം, എന്താണെന്നറിയില്ല, എൻ്റെ അടുത്ത പേഷ്യന്റ് വന്ന് വെയിറ്റ് ചെയ്യാണ്.
ഞാൻ ഇരിക്കാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് ആരെങ്കിലും ഒരാൾ കേൾക്കരുത്. അബ്ഡോമിനൽ കുഴപ്പമില്ല പെയിൻ ഡോക്ടറെ. ആണെന്ന് തോന്നുന്നു. അത്യാവശ്യമാണെങ്കിൽ പൊയ്ക്കോളൂ. 22 നമുക്ക് ഡോക്ടർക്ക് അത്യാവശ്യമാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് വാ. അല്ല അതിന്റെ ഇപ്പൊ എന്ത് ചെയ്യാന്? ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഓക്കെ നോക്കിട്ടു. ആ സമയത്ത് നമുക്ക് ഒന്നുകൂടി സാദത്ത് ഡോക്ടറെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? സാദത്ത് ഡോക്ടറെ ഉണ്ടോ? സാദത്ത് ഡോക്ടർക്ക് സംസാരിക്കാമോ? മ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സാദത്ത് ഡോക്ടർ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ സാദത്ത് ഡോക്ടറെ? വേണുഗോപാൽ സാറുണ്ട്, ഹരിഹരൻ സാറുണ്ട്. ആർക്ക് വേണമെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കുടലിലെ അൾസറാണ് ഇന്നത്തെ വിഷയം. എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ പറയാം. വേണുഗോപാൽ സാറുണ്ടോ? ഹരിഹരൻ സാറുണ്ടോ? ഹലോ. വേണുഗോപാൽ സാറ്, ഇന്നത്തെ നമ്മുടെ വിഷയം കുടലിലുണ്ടാകുന്ന അൾസറിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. ഡോക്ടർക്ക് എന്തോ ഒരു അത്യാവശ്യമായിട്ട് പോയതാണ്. സാറിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ കുടലിലുണ്ടാകുന്ന അൾസറിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ, എന്താണ് പറയാനുള്ളത്? പെപ്റ്റിക് അൾസർ ഗ്യാസ് പെപ്റ്റിക് അൾസർ എന്നുള്ള ജനറൽ പറഞ്ഞത് കേട്ടപ്പം പെപ്റ്റിക് അൾസർ. അതിനകത്ത് നമ്മളിപ്പോ ഈ പൊതുവെ ഇപ്പൊ ഡിയോഡനൽ അൾസറാണ് കൂടുതലും കുടലിലുള്ള അൾസർ എന്ന് പറഞ്ഞ് മനസ്സിലാകുന്നത്. പക്ഷെ അതിനകത്ത് വേറെയും ഒരുപാട് അൾസേഴ്സ് വരാം. നമ്മൾ പെപ്റ്റിക് അൾസർ എന്ന് പറയുമ്പം ഡിയോഡനൽസും ഗാസ്ട്രിക് അൾസറെ കൂട്ടുന്നുണ്ടെങ്കിലും അല്ലാതെ ഒരുപാട് അൾസേഴ്സ് വരുന്നുണ്ട്. അതും നമ്മൾ ഇതിനകത്ത് തന്നെ വരും. ട്രീറ്റ്മെന്റിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഡയഗ്നോസിന്റെ ആവശ്യം ഇല്ല നമുക്ക് മെഡിസിൻ കൊടുക്കുന്നതിന്. പക്ഷെ അല്ലാതെ ഇപ്പൊ ക്രോൺസ് ഡിസീസ് ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് വരുന്നുണ്ട്. എല്ലാം അൾസറേറ്റീവ് ടൈപ്പായി, അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ ഒക്കെ സിംറ്റംസ് വലിയ വ്യത്യാസം കാണത്തില്ല. പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് റെക്കറന്റ് ആയിട്ട് അൾസേഴ്സ് വരും. വായിലൊക്കെ അതിഭയങ്കരമായ അൾസർ ഉണ്ടാവും. മോഷനകത്ത് ബ്ലഡ് വരും. ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് വരാറുണ്ട്. ഇതൊക്കെ ഈ അൾസർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ മെഡിസിന്റെ കാര്യത്തിൽ മാത്രമേ ഇപ്പം ചിന്തിക്കേണ്ടുള്ളൂ. ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്ര വലിയ പണ്ടത്തെ പോലെ, അതായത് ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്തെ അത്രയും അൾസർ കേസ് ഇപ്പം വരാറില്ല. അന്ന് ടിപ്പിക്കലായിട്ട് ഞാനിപ്പോ ഇവിടെ കോട്ടയത്തൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തും അവിടുത്തെ ആശുപത്രിയിൽ ഒരുപാട് കേസുകൾ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് കേസുകൾ ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ ഡിയോഡനൽ അൾസർ വരുമായിരുന്നു. ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു അന്ന്. സാറിന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഇപ്പൊ എന്തായിരിക്കും അങ്ങനെ അൾസേഴ്സ് പൊതുവെ ഇത്തിരി കുറവാണ്? അത് വരാത്തത് പ്രധാനപ്പെട്ട കാരണം ആളുടെ ഈ ഹൈജീനിക് മെഷേഴ്സ്, പിന്നെ അതുപോലെ ഡയറ്റിലൊക്കെ പഴയ പോലുള്ള ഒരു ഇതില്ല. ഏകദേശം എല്ലാവർക്കും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ ടിപ്പിക്കൽ ഒരു ഗ്യാസ്ട്രിക് അൾസർ കേസുകൾ കാണാറില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം വെച്ചാൽ എല്ലാവരും ആദ്യം തന്നെ മരുന്ന് കഴിക്കും. എന്തെങ്കിലും ആദ്യം തന്നെ മരുന്ന് കഴിക്കും. കൂടാതെ മറ്റേ ഈ പട്ടിണി കിടന്ന് അല്ലെ പട്ടിണി ഇരുന്ന് ജോലി ചെയ്യുന്നവരില്ല. ഇല്ല. മറ്റേത് ഞാനിപ്പോഴും ഓർക്കുന്നില്ല. എന്റെ ചെറുപ്പത്തില് ഞങ്ങളുടെ വീട്ടിലൊക്കെ തെങ്ങിൽ ഒക്കെ കയറാൻ വരുന്ന ഒരാള് മോളില് കയറിയിട്ട് ഇങ്ങനെ പുള്ളി പെട്ടെന്ന് ഹൈറ്റുള്ള തെങ്ങിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ, ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പൊ ഈ ഒരുതരം പോക്കറ്റ്, അതായത് ഈ അവരുടെ ഡ്രസ്സിന്റെ അവിടെ നിന്ന് മടി കുത്ത് തുറന്നിട്ട് ഒരു പൊടിയെടുത്ത് വായിലേക്ക് ഇടും. നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് തോമ എന്ന് ഞങ്ങൾ കൊച്ചായിരിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് മറ്റേ ഇതാണ്, ഈ എന്താണ് ബൈകാർബണേറ്റ് ആണ്. അപ്പൊ അത് അവർക്ക് തന്നെ അറിയാം. ബൈകാർബണേറ്റ് ചെല്ലുമ്പോൾ ആ ഒരു ന്യൂട്രലാകും, അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യുന്നുള്ളത്. അതിനുള്ള അന്നത്തെ ഒറ്റമൂലിയായിരുന്നു ആ സാധനം അവർ കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ സോഡാക്കാരെന്നൊക്കെ പറഞ്ഞാൽ എന്തോ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ ചെറുപ്പം തൊട്ട്. അന്നൊക്കെ ഒരുപാട് കേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഹലോ മൗത്ത് അൾസേഴ്സിനൊക്കെ കേൾക്കാം സാറേ, പറഞ്ഞോളൂ. അതെ.
അല്ല, ഇത് ഗ്യാസ്ട്രിക് അൾസർ തന്നെ വേണം. ഞാൻ പറഞ്ഞത് ഗ്യാസ്ട്രിക് അൾസറിന്റെ കേസിൽ ഭയങ്കര വയറ്റ് വേദന വന്ന് ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ആള് മടി തുറന്ന് ഈ മരുന്ന് എടുത്ത് വായിലിട്ട് ഇട്ട് കഴിച്ചിരിച്ചിരി വെള്ളം കൂടെ കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അന്നത്തെ ആ ഒരു ആളുകളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, ലൈഫ് സ്റ്റൈൽ വെച്ചാൽ അവരുടെ ഈ പറഞ്ഞ പട്ടിണിയും സമയത്ത് കഴിക്കാത്ത പ്രശ്നമൊക്കെ കൊണ്ട് ഒരുപാട് കേസുകൾ വരുമായിരുന്നു. ഇപ്പൊ പക്ഷെ ആ ഒരു ടിപ്പിക്കൽ കേസ് കാണാറില്ല. പക്ഷെ ടിപ്പിക്കലായിട്ട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. എല്ലാവർക്കും അസിഡിറ്റി, പറഞ്ഞ പോലെ കുറച്ച് അസിഡിറ്റി വരും. അപ്പൊ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകും, ആന്റാസിഡ് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിക്കും. പിന്നെ കൂടുതലും വരുന്നത് നമ്മുടെ എച്ച് പൈലോറി ആണ്. ഇപ്പം അവര് ഫൈനലായിട്ട് മറ്റേ മോഡേൺ മെഡിസിന്റെ ബുക്കിലൊക്കെ ആണെങ്കിൽ എച്ച് പൈലോറിയാണ് മിക്കവാറും അൾസർ ഉണ്ടാക്കുന്നത്. അതറിയാലോ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ആ സംഭവം. അപ്പം അത്തരം കേസിൽ ഈ മറ്റേ റിഫ്ലക്സ് ഡിസീസ് ഒക്കെ വരുന്ന പോലെ മിക്കവാറും അസിഡിറ്റി അവർക്കുണ്ടാവും. നല്ല അസിഡിറ്റി കയറി ഈസോഫാഗിലൊക്കെ വന്ന് ഈസോഫാജൈറ്റിസ് ഒക്കെ വരും. ചിലപ്പോൾ ബ്രോങ്കിയൽ ആസ്മ പോലെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എച്ച് പൈലോറിയാണ്. ഇന്നിപ്പോ മോഡേൺ മെഡിസിൻകാർ ഏറ്റവും കൂടുതൽ അൾസർ വരുമ്പോൾ ആദ്യം എച്ച് പൈലോറിക്കുള്ള അവരുടെ ഒരു പ്രോട്ടോകോൾ ട്രീറ്റ്മെന്റ് ആണ് അവർ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ എന്തോ ഇപ്പം പഴയ പോലെ ഉള്ള ടിപ്പിക്കൽ കേസ് വരാറില്ല. അപ്പൊ ഓക്കെ നമുക്ക് സാറേ, അത്തരം നമ്മളെ എച്ച് പൈലോ ഗസ്റ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ സാറേ, സന്തോഷം. ഡോക്ടർ റിജി, നമ്മുടെ സമയം ഏകദേശം താങ്ക് യു സാർ. കഴിയാറായി. ഡോക്ടർക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. 1 മിനിറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ 2 പ്രാവശ്യം പേഷ്യൻസ് വന്നോണ്ട് എനിക്ക് അത് ബുദ്ധിമുട്ടായി. പക്ഷെ എന്നാലും ഞാൻ ഹാപ്പിയാണ്. കാര്യം എന്ന് പറഞ്ഞാല് IFPH ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാധാരണ ക്ലാസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് പേഷ്യൻസ് കിട്ടാറ്. ഇന്ന് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് 2 പേഷ്യൻസ് എക്സ്ട്രാ ആയിട്ടുണ്ട്. പിന്നെ വേണുഗോപാൽ സാറിന്റെ അടുത്ത് താങ്ക് യു സോ മച്ച്. പിന്നെ ഇങ്ങനെ അൾസർ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാലും നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ കുടലിലെ അൾസേഴ്സ്, കുടലിലെ വ്രണങ്ങൾ, അതിനെക്കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. വളരെ ഒത്തിരി മെഡിസിൻസും അതിന്റെ സാധ്യതകളെ കുറിച്ചും എല്ലാം ഡോക്ടർ വളരെ വിശദമായി തന്നെ പറഞ്ഞു. ഇടയ്ക്ക് ഡോക്ടർക്ക് ഇങ്ങനെ പേഷ്യൻസ് വരുന്ന നല്ല കാര്യം തന്നെ. പക്ഷെ ഇന്ന് അവർക്കറിയില്ലല്ലോ ഡോക്ടർ ഇന്ന് ക്ലാസ്സിലാണെന്നുള്ളത്. ആ സംഭവങ്ങളൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ട് വരാവുന്നതേ ഉള്ളൂ. അപ്പോ വേണുഗോപാൽ സാറ് നമ്മളൊപ്പം കൂടി. സാറ് പറഞ്ഞ പോലെ ഇപ്പോ അത്ര അൾസർ കേസുകൾ കാണാറില്ല. അന്ന് പട്ടിണി കൊണ്ട് അൾസറുകളും മറ്റും കണ്ടിരുന്നു എങ്കിൽ ഇപ്പോ ഓവർ ഫുഡ് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും. ഫാറ്റി അൾസറെല്ലാം ഇച്ചിരി കുറഞ്ഞിട്ട് ഫാറ്റി ലിവറും പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ. ഓവർ ഫുഡ് കൊണ്ടുള്ള ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് ഇപ്പൊ കാണുന്നത്. എന്തായാലും നല്ലൊരു സെഷനായിരുന്നു. ഇന്നത്തെ ഈ നല്ല ക്ലാസ് എടുത്ത ഡോക്ടർ റിജിക്കും ഒപ്പം കൂടിയ നമ്മുടെ ഷാജി കുടിയേറ്റ ഡോക്ടർ ഇടയ്ക്ക് വന്നു, വേണുഗോപാൽ സാറും പറഞ്ഞു. ഇവർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ധനേഷ് ഉണ്ടോ? ധനേഷ് ഡോക്ടർ ഉണ്ടോ? ഇല്ലെങ്കിൽ ഷഫീഖ് ഡോക്ടറിനെ സ്വാഗതം ചെയ്തു. ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഷഫീഖ് ഡോക്ടറെ കാണുന്നില്ലല്ലോ. ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇവർക്ക് 2 പേർക്കുള്ള നന്ദി ഞാൻ തന്നെ പറയുകയാണ്. ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സൂമിൽ വരികയും നല്ല നല്ല ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള നല്ല ക്ലാസ്സുകളുമായി ഡോക്ടർ തീർച്ചയായിട്ടും വരണം. IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി ഡോക്ടർക്ക് രേഖപ്പെടുത്തുന്നു. അതുപോലെ വേണുഗോപാൽ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും അങ്ങനെ ഇന്നത്തെ നമ്മുടെ മലയാളം വെബിനാർ ഇവിടെ അവസാനിപ്പിക്കുവാനുള്ള സമയമായി. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം വെബിനാർ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.